കടുവ ആക്രമണ ഭീതി വിട്ടുമാറാതെ വയനാട് മീനങ്ങാടി കൃഷ്ണഗിരി മേഖലകളിലെ കർഷക ജനത. തുടർച്ചയായി മൂന്നാം ദിവസവും വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊന്നിരിക്കുകയാണ് കടുവ. മറ്റൊരു വശത്ത് സ്വൈര്യജീവിതം നഷ്ടപ്പെട്ടതിന്റെ ആദിയും ജനങ്ങൾ ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു. അതേസമയം ജനവാസ മേഖലയിൽ കയറി വളർത്തുമൃഗങ്ങളെ പിടികൂടി സ്വൈര്യവിഹാരം നടത്തുന്ന കടുവയെ പിടികൂടാത്തതിൽ പ്രദേശത്ത് പ്രതിഷേധവും ശക്തമാണ്. ഇക്കാര്യത്തിൽ സർക്കാരും വനപാലകരും തികഞ്ഞ അനാസ്ഥയാണ് പുലർത്തുന്നതെന്ന് സ്ഥലത്തെ ജനപ്രതിനിധികൾ അറിയിച്ചു. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ കൃഷ്ണഗിരി, റാട്ടക്കുണ്ട്, മേപ്പേരിക്കുന്ന്, കുംബ്ലേരി എന്നീ പ്രധാന വാർഡുകളിലെ ജനങ്ങൾ സൂര്യനസ്തമിച്ചാൽ പിന്നെ വീടിനു വെളിയിൽ ഇറങ്ങാറില്ല. തങ്ങൾ പരിപാലിക്കുന്ന ആടിനെയോ പശുവിനെയോ കടുവ ആക്രമിക്കുമ്പോൾ നിസ്സഹായതയോടെ വീടിനകത്ത് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി അവർ മാറിക്കഴിഞ്ഞു. കടുവാക്രമണ ഭീതി ഒഴിയാത്തതിനാൽ ജീവിതമിനി എങ്ങനെ മുന്നോട്ടു കൊണ്ടുപോകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കർഷക ജനത. തുടർച്ചയായി മൂന്നാം ദിവസവും വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നിരിക്കുകയാണ് കൃഷ്ണഗിരി മേഖലയിൽ സ്ഥാനമുറപ്പിച്ച കടുവ. കഴിഞ്ഞ ദിവസം രാത്രിയോടെ പ്രദേശത്തെ 2 ആടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മേപ്പേരിക്കുന്ന് ഉഷയുടെ ആടിനെ ആക്രമിച്ചു കൊല്ലുകയും കോടശ്ശേരിക്കുന്ന് വടക്കേമറ്റം മേരിയുടെ ആടിനെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തു. ഇതോടെ കഴിഞ്ഞ 3 ദിവസങ്ങളിലും തുടർച്ചയായി കടുവ പ്രദേശത്തെ 4 ആടുകളെയാണ് ആക്രമിച്ചത്. വേറൊരു കപ്പാസിറ്റി ഇല്ല, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മളൊരു ആടിനെയൊക്കെ മേടിച്ച് വളർത്തി അതിനൊരു 6 മാസമോളപ്പോൾ കൊണ്ടുവന്നൊരു കുഞ്ഞാണ്. അതിനെ പരിപാലിച്ച് വളർത്തി അത് വലുതായി അത് നഷ്ടപ്പെടുമ്പോഴൊരു വേദന ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യനായാലും പ്രാണിയായാലും ജീവനല്ലേ, ജീവന് വിലയില്ലേ, ഒരു സങ്കടം മാറിയിട്ടില്ല. ഒപ്പം തന്നെ മറ്റൊരു വശത്ത് സ്വൈര്യജീവിതം നഷ്ടപ്പെട്ടതിന്റെ ആദിയും പ്രദേശവാസികൾ ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു. കുഞ്ഞുമക്കളെ ദേവാലയത്തിലും വേദപാഠ പഠനത്തിനും അംഗൻവാടികളിലോ സ്കൂളുകളിലോ പഠിക്കാനയക്കാൻ സാധിക്കാതെ മക്കളെ വീട്ടിൽ തന്നെ ഇരുത്തേണ്ട ദുർവിധിയിലുമാണിവർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ സംസ്ഥാന സർക്കാരിന്റെ വന്യമൃഗനയങ്ങളിൽ വയനാടൻ കർഷക ജനത ആശങ്കയിലാണ്. കാട്ടിൽ ജീവിക്കേണ്ടുന്ന വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി തങ്ങളുടെ പ്രധാന ജീവിതമാർഗങ്ങളായ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നതുമൂലം സ്വജീവൻ പോലും ഭീഷണിയാണെന്ന് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KE വിനയൻ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. വനപാലകർ ക്യാമറകൾ സ്ഥാപിച്ചും കൂടുകൾ വെച്ചും കടുവയെ പിടികൂടാൻ ശ്രമിച്ചിട്ടും വേണ്ട ഫലം കാണുന്നില്ലെന്ന ആക്ഷേപവും വിനയൻ ഉന്നയിച്ചു. 5 മണിയായാൽ പ്രാദേശിക അങ്ങാടികൾ നിശ്ചലമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വനവകുപ്പ് കൂടുകൾ വെച്ചും അതോടൊപ്പം തന്നെ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഒക്കെ വ്യാപകമായി നടത്തുന്നുണ്ട്. പക്ഷെ ഇതുവരെ അതിനൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം. സർക്കാർ എത്രയും വേഗം ഈ വലിയ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തി ഇത്തരത്തിൽ ആക്രമിക്കുന്ന കടുവയെ വെടിവെച്ചു കൊല്ലുകയോ മറ്റേതെങ്കിലും നടപടികൾ സ്വീകരിച്ച് ജനങ്ങൾക്കും തങ്ങളുടെ ജീവനോപാധിയായ വളർത്തുമൃഗങ്ങൾക്കും സംരക്ഷണം നൽകണമെന്നും കർഷകർ അഭ്യർത്ഥിച്ചു. തുച്ഛമായ തുക തന്ന് പരിഹരിക്കാവുന്നതല്ല ഈ നഷ്ടങ്ങളെന്നും ചുരുങ്ങിയത് 10 വർഷമെങ്കിലും നല്ല വരുമാനം ലഭിക്കേണ്ടിയിരുന്നതാണെന്നും കർഷകർ ദയനീയമായി വിവരിച്ചു. വന്യമൃഗാക്രമണത്താൽ ജീവിതമാർഗത്തിനുള്ള എല്ലാ വഴികളും അടഞ്ഞതായും അവർ പറഞ്ഞു. അതേസമയം ജനവാസ മേഖലയിൽ കയറി വളർത്തുമൃഗങ്ങളെ പിടികൂടി സ്വൈര്യമായി വിഹരിച്ചിട്ടും കടുവയെ പിടികൂടാത്തത് പ്രദേശത്ത് പ്രതിഷേധവും ശക്തമാക്കിയിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ ജീവിതമാർഗമായ വളർത്തുമൃഗങ്ങളെയും സംരക്ഷിക്കുവാനുള്ള നടപടിയാണ് വേണ്ടത്. നിലവിൽ വനവകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും നടപടികൾ കുറച്ചുകൂടെ വേഗത്തിലാക്കി കടുവയെ പിടികൂടണമെന്ന് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ ഉഷ രാജേന്ദ്രൻ നിർദ്ദേശിച്ചു. ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പ്രദേശത്ത് സഞ്ചരിക്കാനും അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതനുസരിച്ച് അവരുടെ ഉപജീവന മാർഗമായ വളർത്തുമൃഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കാനും ആ കടുവയെ മയക്ക് വെടിവെച്ച് അതിനെ പിടിച്ചു കൊണ്ടുപോയി സംരക്ഷിക്കണം എന്നുള്ളൊരു ഇതാണ് നമ്മുടെ ഭാഗത്തുനിന്നുള്ളത്. വയനാട്ടിലെ ജനങ്ങൾ ഇന്ന് ഏറെ ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സർക്കാർ ഇക്കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് പുലർത്തുന്നതെന്നും DCC പ്രസിഡന്റും മാനന്തവാടി രൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗവുമായ ND അപ്പച്ചനും പ്രതികരിച്ചു. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. മന്ത്രി ഇവിടെ വന്നു 2-3 പ്രാവശ്യം യോഗങ്ങൾ വിളിച്ചു. കഴിഞ്ഞ യോഗത്തിൽ വെച്ച് മന്ത്രി പറഞ്ഞു ഇതെല്ലാം പരിശോധിച്ച് പുതിയ ഒരു റേറ്റ് നിശ്ചയിച്ചുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കുക, അത്രയും വേഗം ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടുത്തെ വനംവകുപ്പ് മന്ത്രി വിചാരിച്ചാലും ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം അത് വ്യക്തമായിരിക്കുന്ന ഒരു സ്ഥിതിയിലപ്പോൾ ഉള്ളത്. വയനാടൻ കാടുകൾക്ക് ഉൾക്കൊള്ളാവുന്നതിലധികം കടുവകൾ ഇവിടെയുണ്ട് എന്നതിന്റെ തെളിവുകൂടിയാണ് അടുത്തടുത്ത കാലയളവുകളിൽ വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടാകുന്ന ഈ കടുവാശല്യം.
ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള വന്യജീവികളുടെ പെരുകലും വനമേഖലകൾ വിട്ടുള്ള അവയുടെ സഞ്ചാരങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ ഗൗരവതരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കടുവയിറങ്ങുന്ന സാഹചര്യമുള്ളതിനാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ ജീവിതമാർഗമായ വളർത്തുമൃഗങ്ങളെയും സംരക്ഷിക്കുവാനുള്ള ശാശ്വതമായ നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇനി വേണ്ടത്. ഷെഗ്യാന ന്യൂസ്, വയനാട്.